ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമൻ ആൻഡ് മോം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെതായ രീതിയിൽ ഞാൻ വെക്കുന്ന ചിക്കൻ പൊരിച്ചിട്ടുള്ള ബിരിയാണിയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റ് ആണ്. ഇതിൽ പുഴുങ്ങിയ മുട്ടയും കൂടി ഇടുന്നുണ്ട്. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ബിരിയാണിയും കൂടിയാണ്. നമ്മളെ കണ്ണൂർ കോഴിക്കോട് തലശ്ശേരി സ്റ്റൈലാണിത്. അപ്പം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ പറയണ്ടല്ലോ. ഇന്ന് ലഞ്ചിന് ഹസ്ബൻഡിൻ്റെ കസിൻസും ബ്രദേഴ്സും എല്ലാം ഉള്ളതുകൊണ്ട് 2 കിലോ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. കറി പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മസാല ചേർക്കണം. ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ തന്നെ പച്ചമുളക് ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അടുത്തതായിട്ട് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം കൂടിപ്പോണ്ട. ഒരു ഡ്രൈ മസാലയായിട്ടാണ് കിട്ടേണ്ടത്. അപ്പം നമ്മൾ മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. എല്ലാ ചിക്കനും ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ 1/4 പീസ് ഞാൻ ചെറുങ്ങനെ കത്തി കൊണ്ടൊന്ന് വരഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ മസാല എല്ലാം പിടിപ്പിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കനെ എല്ലാം മൊത്തത്തിൽ നമ്മൾ പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ചിട്ട് പാനിലെ വെള്ളം എല്ലാം ഒന്ന് വറ്റിയതിന് ശേഷം നമ്മൾ ഓയിൽ ഒഴിച്ചെടുക്കണം. ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏതെടുത്താലും പ്രശ്നമില്ല. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ചിക്കൻ എല്ലാം നെയ്യിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്തായാലും ഫുള്ളായിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാനാവില്ല. 2 ട്രിപ്പായിട്ട് പൊരിക്കേണ്ടി വരും. ചിക്കൻ പൊരിയുന്ന ടൈം കൊണ്ട് നമുക്ക് ഉള്ളിയെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം. ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു 13 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്കിവിടെ നല്ലോണം മസാല വേണം. കുട്ടികൾക്കടക്കം കുറച്ച് മസാല തന്നെ വേണം. ഒരു 2 കിലോ ബിരിയാണിക്ക് ഞാനൊരു 13 ഉള്ളി എടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കനെല്ലാം കൂടി ഉണ്ടാകുമ്പോൾ നല്ലോണം മസാല ഉണ്ടാവും. പിന്നെ ഉള്ളി ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് മൊത്തം ഞാൻ ഇതിൽ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. കത്തി കൊണ്ട് കട്ട് ചെയ്താലും മതി, എല്ലാം പറയുന്നതിൻ്റെ തൊട്ട് തന്നെ. അപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഈ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ ഉള്ളി മൊത്തം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിയും തക്കാളിയും ഞാൻ വേവിച്ചിട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മസാല അധികം നേരം നമ്മൾ വാട്ടേണ്ടതില്ല. ഇനി ഞാൻ തക്കാളി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല പഴുത്ത തക്കാളിയാണ്. നല്ലോണം വെള്ളം ഉണ്ടാവും ഈ തക്കാളിയിൽ. ഇത് രണ്ടും കൂടി വേവിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. ഇനി ചിക്കൻ ഇപ്പോൾ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ട്രിപ്പ് ചിക്കനും കൂടി ഞാൻ പാനിലിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് തക്കാളി കുക്കറിൽ മൊത്തത്തിൽ ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കർ മൂടി വെച്ചിട്ട് ഞാൻ ഗ്യാസ് മുന്നിൽ വെക്കുന്നുണ്ട്. 2 വിസിലടിക്കുന്നുണ്ട്. 2 അല്ലെങ്കിൽ 3 എല്ലെന്നും പറയുന്നതിൻ്റെ തൊട്ട് തന്നെ എൻ്റെ കുക്കർ വേഗം വിസിൽ വരും. ഇനി ചോറ് വെക്കാനുള്ള അരി എടുക്കാം. ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റീലിൻ്റെ മഗ്ഗിലാണ് അരി അളന്ന് വെക്കുന്നത്. ഞാനൊരു 6 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള വലിയ പാത്രത്തിലെല്ലാം അരി എടുക്കുമ്പോഴുള്ള ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിന് വേണ്ടിയിട്ട് വെള്ളം എടുക്കുമ്പോൾ അളവ് കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് കുറേ പ്രാവശ്യം ഒഴിക്കേണ്ടി വരില്ല. ഇനി ഞാൻ ഈ അരി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് കഴുകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അരി നന്നായിട്ട് 3 പ്രാവശ്യം ഞാൻ കഴുകി എടുക്കുന്നുണ്ട്. നമ്മളെ സാധാരണ അളവ് പ്രകാരം 3 പ്രാവശ്യമാണ് നമ്മൾ അരി കഴുകിയിട്ടെടുക്കുക. ഇനി ഈ ചിക്കൻ എല്ലാം മൊത്തത്തിൽ പൊരിച്ചെടുത്തിട്ടുണ്ട്. ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് ഈ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ പാത്രമാണ്. 2 കിലോ ചോറ് വെക്കുന്നുണ്ടെങ്കിൽ ഒരു 3 കിലോൻ്റെയോ 5 കിലോൻ്റെ എല്ലാം നമുക്ക് പാത്രം എടുക്കാം. അത് സുഖമായിട്ട് വെന്ത് കിട്ടും. ആദ്യം തന്നെ ഞാൻ ആർക്കേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ആർക്കേജ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു 3 ടീസ്പൂണ് ആർക്കേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണും കൂടി സൺഫ്ലവർ ഓയിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ 5-8 ഗ്രാമ്പു, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 പട്ട ചെറുതായിട്ട് മുറിച്ചിട്ടത്, ഒരു 5-8 ഏലക്കായി, പിന്നെ 1/2 ഗ്രാമ്പൂവിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കണം. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന റേഷ്യോയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ ഒരു മഗ്ഗിലായതുകൊണ്ട് 1.5 കപ്പ് കറക്റ്റായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് സുഖമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഫുൾ തീയിൽ ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട്.
അതൊന്ന് തിള വരാൻ വേണ്ടിയിട്ടാണ്. ഉപ്പെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം. അടുത്ത ഗ്യാസുമ്മൽ മസാലയ്ക്ക് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ പൊരിച്ച നെയ്യ് കുറച്ചേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് വേവിച്ച് വെച്ച ഉള്ളിയും തക്കാളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടാൽ നന്നായിട്ട് വെള്ളം ഉണ്ടായില്ല, അതുകൊണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് 1 മിനിറ്റോ 2 മിനിറ്റോ മൂടി വെച്ചാൽ മതി. ഇത് തീ കുറച്ചിട്ട് വെക്കണം കേട്ടോ. ഇപ്പുറത്തെ ഗ്യാസ് മേലെ ചോറിന് വേണ്ടിയിട്ട് വെച്ച വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പം ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അരിപ്പക്കയിൽ ഉപയോഗിച്ചിട്ടാണ് അരി ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ വെള്ളം ഒഴിച്ചത് കണക്കാണ്, അപ്പോൾ ആ ബൗളിലുള്ള വെള്ളം കൂടി അതിലേക്ക് ഉൾപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു അരമുറി ചെറുനാരങ്ങയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അരി ഒട്ടിപ്പിടിക്കൂല, നമ്മൾ പറ്റി കളിക്കൂല, അതുണ്ടാവില്ല. എന്നിട്ട് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ മസാലേൻ്റെ മൂടി ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. ഉള്ളിൻ്റെയും തക്കാളിൻ്റെയും എല്ലാം ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ ചതച്ച് വെച്ചതാണ്. അതിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ ചിക്കനിലേക്കും ഇട്ട് കൊടുത്തത്. ഒരു 2 ടേബിൾ സ്പൂണ് നിങ്ങൾ കൂട്ടിക്കോ, കാരണം ഇതിൻ്റെ അളവ് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ മഞ്ഞളും മുളകിൻ്റെ ഒന്നും ആവശ്യമില്ല. ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലായിട്ട് പൊരിച്ചെടുത്ത ചിക്കനാണിത്, അതുകൊണ്ട് വേറെ മസാലകളൊന്നും വേണ്ടയില്ല. എന്നിട്ടൊന്ന് വാട്ടിയതിന് ശേഷം മൂടി വെക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊരിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പെല്ലാം ഒന്ന് നോക്കണം കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ അടിഞ്ഞു പോവും. ഇനി മസാലയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഞാൻ മുറിച്ചിടുന്നുണ്ട്. അത് എത്ര ക്വാണ്ടിറ്റി എന്നൊന്നുമില്ല, കുറച്ച് ജാസ്തി വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെ ചോറ് എന്തായിന്നൊന്ന് നോക്കണം. ചോറിൻ്റെ മൂടി തുറന്ന് നോക്കുന്നുണ്ട്. ചോറ് വെന്തിട്ടുണ്ട്. ഇനി അടി നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. സത്യം പറഞ്ഞാൽ അധികം നേരം ഒന്നും വെക്കേണ്ട വന്നിക്കില്ല. ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതാ പറഞ്ഞ കുറച്ച് വലിയ ചെമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറ് വെന്ത് കൊഴിഞ്ഞൊന്നും പോകാണ്ട് കിട്ടും. ഇനി നമ്മളെ മസാല നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പുതിനയെല്ലാം കുറച്ച് കൂടുതലുണ്ടെങ്കിൽ മസാല നല്ലൊരു സ്മെല്ല് കിട്ടും. പിന്നെ കുറച്ച് ആർക്കേജും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് അത് മസാല വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് തീ കുറച്ചിട്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. അത് ചോറ് ദമ്മിടാൻ വേണ്ടിയിട്ട് ഒരു ഉള്ളി ആവശ്യമാണ്. അത് ഒരു ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ അത് കോരിയെടുക്കണം. അപ്പം നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടോക്കെ, ഇത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മല്ലിച്ചപ്പിൻ്റെയും പുതിനച്ചപ്പിൻ്റെയും എല്ലാം ഒരു സ്മെല്ല് അതിൽ കിട്ടും. മസാല കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി അടുത്തതായിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ നമ്മളെ കളറിന് വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ കളറ് വേറെ ആർട്ടിഫിഷ്യൽ കളറൊന്നും എടുക്കലില്ല. ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചോറ് ദമ്മിടാൻ വേണ്ടിയിട്ട് കളർ എടുക്കുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ കളറൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി ലാസ്റ്റായിട്ട് മുട്ട പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഒരു 5-8 മുട്ട ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ അടിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മുട്ട വേഗം വെന്ത് കിട്ടും. ചെമ്പിലാണെങ്കിൽ കുറേ ടൈം വെക്കേണ്ടി വരും. പക്ഷേങ്കിൽ കുക്കറിൻ്റെ ഉള്ളൊരു കളറ് മാറും കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. ഉള്ളി കളറ് മാറിയിട്ടുണ്ട്, ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പം ഞാൻ കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ആ നെയ്യ് തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് ഇട്ട് കുറച്ച് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കരിഞ്ഞു പോവും. ഉള്ളിയിൽ അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുത്തതിന് ശേഷം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു 1/4 കപ്പ് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയാണ്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് ദമ്മിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആർക്കേജും കൂടി വേണം. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു തവ പോലത്തെ പാത്രം ഞാൻ ഗ്യാസുമേൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് മസാലേൻ്റെ പാത്രം വെക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എല്ലായിടത്തും നമ്മൾ തീ എത്താൻ വേണ്ടിയിട്ടാണ്. ദോശ ഇടുന്ന നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഒന്നും എടുക്കല്ലേ, ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുക്കേണ്ടത്. ഇനി നമ്മൾ ദമ്മിടാൻ പോവാണ്. ചോറ് ഞാൻ ഈ മസാലേൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഉള്ളി, മല്ലിച്ചപ്പ്, നട്ട്സ് മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് മഞ്ഞ കളർ ചുറ്റും ഒഴിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ആർക്കേജ് ഇട്ട് കൊടുക്കണം. എൻ്റെ അടുത്ത് നേരത്തെ കണ്ട ബോട്ടിലിൽ ബാക്കിയുള്ള ആർക്കേജാണ്, അതുകൊണ്ട് കുറച്ചേ ഉള്ളൂ. അതിൻ്റെ മുകളിലായിട്ട് ചോറിട്ട് കൊടുക്കുക. നേരത്തെ കണ്ട പോലെ തന്നെ ഒന്നും കൂടിയും ചെയ്തെടുക്കുന്നുണ്ട്.
എല്ലാം ഇട്ടതിന് ശേഷം മൂടി വെച്ചിട്ട് തീ കുറച്ച് വെക്കണം. ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. ബിരിയാണി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അതിൻ്റെ കൂടെ എന്തെങ്കിലും വേണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ തൈര് എടുത്തിട്ടുണ്ട്. തൈരിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ നാട്ടിൽ പണ്ട് മുതലേ ഉണ്ടാക്കൽ. പക്ഷേ ഈ തൈരല്ല, കുറച്ച് ലൂസായിട്ടുള്ള തൈരാണെന്ന് മാത്രം. ഇനി ഉള്ളി, ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ട് തൈരിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു ചെറിയ കക്കുംബറാണ് എടുക്കുന്നത്. ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം 4 സൈഡും ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് മുറിച്ചിടണം. നമുക്ക് ബിരിയാണിക്കും ഇറച്ചി ചോറിനല്ല ഇങ്ങനത്തെ തൈരാണ് ഇഷ്ടം. നമ്മൾ വേറെ ഒന്നുണ്ട് കസ്റ്റംബർ എന്ന് പറയുന്നത്, അത് ഉള്ളിയും ക്യാരറ്റും തക്കാളിയെല്ലാം ഇട്ടിട്ട് ചെറുനാരങ്ങെല്ലാം പിഴിഞ്ഞിട്ട് ഇടുന്നതാണ്. ഇനി 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 കാണിച്ചത്, പക്ഷേ 2 എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തൈരിൽ ക്യാരറ്റും കൂടി ഉണ്ടെങ്കിൽ സെറ്റായിരിക്കും, അതില്ലാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല. അപ്പം നമ്മളെ തൈര് ഇവിടെ സെറ്റായി. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. ഇതും എൻ്റെ ഫേവറേറ്റ് ആണ്. 1 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയ പച്ചമുളകായോണ്ടാണ്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും ഒരു 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ മിക്സീൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇത് 2 ട്രിപ്പായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. ലാസ്റ്റായിട്ട് കുറച്ച് വിനേഗർ സുർക്ക ഒഴിച്ചു കൊടുക്കണം. നല്ല ടേസ്റ്റാണ് നമുക്ക് കഴിക്കാൻ. നെയ്ച്ചോറിനും ഇറച്ചിച്ചോറിനും ബിരിയാണിക്കെല്ലാം സൂപ്പറാണ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, വത്തക്കയും സിട്രസും. ഇതാ നിങ്ങൾ കണ്ട ബിരിയാണി നന്നായിട്ട് ദമ്മായിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. ഇനി ചോറ് ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ ചോറ് വെച്ച ചെമ്പ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മളെ കണ്ണൂർ, തലശ്ശേരി, മലബാർ ഭാഗത്ത് ചോറ് ദമ്മിടലും ചോറ് ഒരു പ്ലേറ്റിലേക്ക് ഇടുന്ന രീതി ഞങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് കുറച്ച് ചോറ് മസാലേൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്. ഇത് എന്നിട്ട് മിക്സ് ചെയ്യാണ് നമ്മൾ ചെയ്യുക. ഇത് നിങ്ങൾ കണ്ടോ, ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്യും. എന്നാലാണ് നമ്മളൊരു മസാല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. നമ്മളെ കല്യാണ വീട്ടിലെ മസാലയെല്ലാം ഇങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷേങ്കിൽ ഇപ്പം അധികം പൊരിച്ചിട്ട് തന്നെയാണ് കല്യാണ വീട്ടിലും മസാല വെക്കുന്നത്. ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് മസാല എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ പുഴുങ്ങിയ മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ചോറിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകശാല അരിയായതുകൊണ്ട് കഴിക്കാൻ നല്ല സുഖമായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചെറിയ മക്കൾസിന് കുറച്ച് ചോറാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാവരും ഏകദേശം ഫുഡെല്ലാം കഴിച്ച് കഴിയാനായി. ദാമന് കാലിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ലാസ്റ്റായിട്ട് ഞാൻ കഴിക്കാൻ പോവാണ്. ചമ്മന്തിയും അച്ചാറും തൈരും എല്ലാം ഇട്ടിട്ട് ബിരിയാണി അങ്ങ് കഴിക്കാൻ പോവാണ്. ഇതിലുള്ള ചിക്കൻ്റെ ഫ്ലേവർ വേറെ തന്നെയാണ്. കാരണം ഞാൻ ഇതിലിട്ട മസാല നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇട്ടിട്ടുള്ള ഒരു മസാലയാണ്. അതുകൊണ്ട് തന്നെ ചിക്കൻ പ്ലെയിനായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത്.